ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നീറ്റ് 2025 ആസ്പിറൻസ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നീറ്റിന്റെ രജിസ്ട്രേഷൻ ഫോം ഇതാ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ NTA വെബ്സൈറ്റ് ത്രൂ ആണ് അത് റിലീസ് ആയിരിക്കുന്നത്. പബ്ലിക് നോട്ടീസ് അതിന്റെ കൂടെ തന്നെ എല്ലാ വർഷമായിട്ട് റിലീസ് ചെയ്യുന്ന പോലെ തന്നെ ബുള്ളറ്റിനും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ബുള്ളറ്റിൻ കണ്ടിട്ടുണ്ടാകും, അതേപോലെ തന്നെ പബ്ലിക് നോട്ടീസും കണ്ടിട്ടുണ്ടാകും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്നാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. അപ്പൊ അതൊന്ന് പറഞ്ഞു തരാനാണ് വന്നത്. അതിന് തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ പബ്ലിക് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നു ഇതാ, നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. നമ്മുടെ നീറ്റ് UG സ്കോർ, നിങ്ങളെ MBBS, BDS, പിന്നെ വെറ്റിനറി BVSC and AH, അതേപോലെ തന്നെ BAMS, BUMS, BSMS, പിന്നെ മിലിറ്ററി നഴ്സിംഗ് കോഴ്സസിലേക്കും എലിജിബിൾ ആക്കുന്നുള്ളത്. എക്സാമിന്റെ ടൈമിങ്ങിലുള്ള വ്യത്യാസം നേരത്തെ അവർ അറിയിച്ചിരുന്നതാണ്. 180 minutes ആയിരിക്കും, 3 hours ആയിരിക്കും. അതായത് പ്രീ കോവിഡ് ടൈംസിലെ പോലെ തന്നെ 2 to 5 PM ആണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. May 4th ഓക്കെ, 4th May ആണ്. കഴിഞ്ഞ വർഷമൊക്കെ 5th May ആയിരുന്നു, 4th May ആണ്. ആൻഡ് ഓൾസോ ലാംഗ്വേജസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. 13 ലാംഗ്വേജസിൽ ഇനി മലയാളത്തിലൊക്കെ എഴുതാൻ ഓപ്റ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം, ഈ ഡേറ്റുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. February 7 മുതൽ March 7 വരെ നമുക്ക്, March 7 രാത്രി 11:50 വരെ നമുക്ക് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള സമയമുണ്ട് അല്ലെ. ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോമിന് നമുക്ക് അപ്പോൾ വരെ സമയമുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ഓഫ് ഫീ ത്രൂ ക്രെഡിറ്റ്, ഡെബിറ്റ്, നെറ്റ് ബാങ്കിങ്, UPI എല്ലാ ഓപ്ഷൻസും ഉണ്ട് പേയ്മെന്റിന്. അത് 7th March 2025 up to 11:50 PM. അതിനുള്ളിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഫീസും അടച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ഫീസ് പേയബിൾ ബൈ കാൻഡിഡേറ്റ്, അതായത് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ് നമ്മുടെ രജിസ്ട്രേഷന്റെ ഫീ വരുന്നത്. ഇന്ത്യയിലുള്ള ആസ്പിറൻസ് ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1700, ജനറൽ EWS OBC ആണെങ്കിൽ 1600, SC ST PWD തേർഡ് ജെൻഡർ 1000, ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ കോമൺ ആയിട്ടുള്ള ഫീസ് ആണ് 9500. ഓക്കെ, അനൗൺസ്മെന്റ് ഓഫ് സിറ്റി ഇന്റിമേഷൻ, അതായത് നിങ്ങളുടെ എക്സാം സെന്റേഴ്സ് വരുന്ന സിറ്റീസിന്റെ ഡീറ്റെയിൽസ് by 26th April അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഡൗൺലോഡിംഗ് ഓഫ് അഡ്മിറ്റ് കാർഡ് ഫ്രം ദി NTA വെബ്സൈറ്റ് by May 1st ആസ് പ്രീവിയസ് ഇയേഴ്സ്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോ പിന്നെ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് ക്ലാരിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് NTA വിളിക്കാം, അവരെ വിളിക്കാം, ഇമെയിൽ അയക്കാം. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് പ്രാവശ്യം തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇപ്രാവശ്യം ദ റെസ്പോൺസ് ഇസ് ഓൾസോ ഗുഡ്. ലൈക്ക് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ റേസ് ചെയ്യുമ്പോൾ അതിനായിട്ട് അവർ തരുന്ന റെസ്പോൺസും ഗുഡ് ആണ് എന്ന് പറയുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും ഓൺലൈനായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതും ഈ വെബ്സൈറ്റ് ത്രൂ തന്നെ ആയിരിക്കണം ആപ്ലിക്കേഷൻ. ആൻഡ് ഓൾസോ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ നോട്ട് ചെയ്യുന്ന കാര്യം, കാൻഡിഡേറ്റ് മസ്റ്റ് എൻഷുർ ദാറ്റ് ദ ഇമെയിൽ അഡ്രസ് ആൻഡ് മൊബൈൽ നമ്പർ പ്രൊവൈഡഡ് ഇൻ ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആർ ദെയർ ഓൺ ഓർ പാരന്റ്സ് ഓർ ഗാർഡിയൻസ് ഓൺലി. കാരണം NTA ആ ഇമെയിൽ IDയിലേക്കും മൊബൈൽ നമ്പറിലേക്കും കമ്മ്യൂണിക്കേഷൻസും മെസ്സേജസും അയക്കുമ്പോൾ അത് നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇപ്പൊ യൂസ് ചെയ്യുന്ന നമ്പർ ആണ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അത് പറയാനാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത്. ഒന്ന്, ബുള്ളറ്റിൻ നല്ലപോലെ വായിക്കുക. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെയാണ്, നിങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും ചെറിയ ചില മാറ്റങ്ങളുണ്ട്. ഇനി നമ്മൾ നോട്ടീസ് ചെയ്യാത്ത എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ, അപ്പൊ അതുകൊണ്ട് ഇത് വായിക്കുക. ഇനി അത് വായിച്ച് ഫുള്ളായിട്ട് മനസ്സിലാക്കി നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതിനിടയ്ക്ക് ഇനി ബുള്ളറ്റിൻ വായിക്കാൻ 161 പേജുള്ള ബുള്ളറ്റിൻ ഇരുന്ന് വായിക്കാനുള്ള സമയം നിങ്ങൾക്കില്ലല്ലോ. അപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കായിട്ട് ചെയ്യും. അതായത് എന്തെങ്കിലും ബുള്ളറ്റിനിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ആ അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കുറച്ച് കാമായിട്ട് കമ്പോസ്ഡ് ആയിട്ട് മാത്രം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. പിന്നെ ഡോക്യുമെന്റ്സ് റിക്വയർഡ് എന്താണെന്ന് നോക്കുക. നിങ്ങൾക്ക് ഓൾറെഡി എഴുതിയിട്ടുള്ളവരാണെങ്കിൽ ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് അറിയാം, സ്പെസിഫിക്കേഷൻസ് അറിയാം. ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരാണെങ്കിൽ ആ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്, കറക്റ്റ് ഫോർമാറ്റിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് ഡെഡ് ലൈൻസ്, അതായത് സമയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡേറ്റ്സ് മറക്കരുത്. അപ്പൊ ഏത് ഡേറ്റ് വരെയാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ കാം ആൻഡ് കമ്പോസ് ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ഇനി നിങ്ങൾക്കുള്ള ഒരു കൺഫ്യൂഷൻ ആണ്, മിസ് എങ്ങനെയാണ് ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത് കാം ആൻഡ് ക്വയറ്റ് ആകാൻ? കാരണം നമ്മുടെ ടൈ ബ്രേക്കിങ്ങിന്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എങ്ങനെയാണ് ടൈ ബ്രേക്കിംഗ് നടന്നിരുന്നത് പറഞ്ഞാൽ, ഈ വർഷം ചെറിയൊരു മാറ്റം ഈ ടൈ ബ്രേക്കിങ്ങിൽ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ,
നീറ്റ് 2022 2023 ഒക്കെ ഇപ്പൊ 2 കാൻഡിഡേറ്റ്സിന് ഒരേ മാർക്ക് കിട്ടിയാൽ, അതായത് സേ 2 പേർക്ക് 650 മാർക്ക് കിട്ടി. ഓക്കെ, കാൻഡിഡേറ്റ് എ ആൻഡ് കാൻഡിഡേറ്റ് ബി 2 പേർക്കും ഒരേ മാർക്ക് കിട്ടി. അപ്പൊ എങ്ങനെയാണ് അവരുടെ റാങ്ക് നിശ്ചയിക്കുക? നീറ്റ് 2022 2023 ഒക്കെ ചെയ്തിരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. ബയോളജിയിൽ ആർക്കാണ് ഹയസ്റ്റ് മാർക്ക് കിട്ടിയിരിക്കുന്നത് ഈ 2 പേരിൽ അവർക്കായിരിക്കും പ്രയോറിറ്റി. ഇനി ബയോളജിയിൽ 2 പേർക്ക് ഒരേ മാർക്കാണെങ്കിൽ കെമിസ്ട്രിയിൽ, ഇനി കെമിസ്ട്രിയിൽ 2 പേർക്ക് ഒരേ മാർക്കാണെങ്കിൽ ഫിസിക്സിലും 2 പേർക്ക് ഒരേ മാർക്കാണെങ്കിൽ പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പേപ്പറിൽ ഓവറോൾ ആൻസർ ഷീറ്റിൽ ആരാണ് ഏറ്റവും കുറവ് ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത് അവർക്കായിരിക്കും പ്രയോറിറ്റി. അതായത് ടോട്ടൽ പേപ്പറിൽ ഓവറോൾ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് 2 കാൻഡിഡേറ്റും ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ആരാണ് ഏറ്റവും കുറവ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ഒരു ക്രൈറ്റീരിയ. ഇനി അതും 2 പേരും ഒരേപോലെ ആണെങ്കിൽ വീണ്ടും ബയോളജിയിൽ ആർക്കാണ് ഏറ്റവും കുറവ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഉള്ളത്. പിന്നെ അതും 2 പേർക്കും ഒരേപോലെ ആണെങ്കിൽ പിന്നെ കെമിസ്ട്രിയിൽ ആർക്കാണ് ഏറ്റവും കുറവ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഉള്ളത്. പിന്നെ അതും ഒരേപോലെ ആണെങ്കിൽ ഫിസിക്സിൽ ആർക്കാണ് ഏറ്റവും കുറവ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഉള്ളത്. ഇനി ഇതൊന്നും കറക്റ്റ് ആവുന്നില്ല, ലൈക്ക് ഇതെല്ലാം ഇവർക്ക് ഒരേപോലെയാണ് ഉള്ളതെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നതാണ് ആരാണ് ഹൂ ഫിൽ ദി ആപ്ലിക്കേഷൻ ഫോം ഫസ്റ്റ്. അതായത് ഇത്രയും കാര്യങ്ങൾ ഈ 2 കാൻഡിഡേറ്റ്സിനും 650 കിട്ടിയ 2 പേർക്കും എല്ലാം ഒരുപോലെ ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്തിരുന്ന കാര്യമായിരുന്നു ദി അസെൻഡിങ് ഓർഡർ ഓഫ് ഫില്ലിംഗ് ദി ആപ്ലിക്കേഷൻ ഫോം. ഇപ്പം എ ആണ് ആദ്യം അപ്ലൈ ചെയ്ത് ആദ്യം രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ് എങ്കിൽ എക്കായിരിക്കും ഹയർ റാങ്ക് കൊടുക്കുക, ബിക്ക് അത് കഴിഞ്ഞിട്ടുള്ള റാങ്ക് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു അതിന് മുമ്പുള്ള വർഷങ്ങളിൽ. ഇനി നമ്മൾ 2024 വരുമ്പോഴോ 2024 ഇതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തത്. അതായത് ആദ്യം ബയോളജി 2 പേർക്ക് ഒരേ മാർക്ക് കിട്ടിയാൽ ബയോളജിക്ക് ആർക്കാണ് ഹയസ്റ്റ് കിട്ടിയത്, പിന്നെ കെമിസ്ട്രിക്ക് ആർക്കാണ് ഹയസ്റ്റ് കിട്ടിയത്, പിന്നെ ഫിസിക്സിന് ആർക്കാണ് ഹയസ്റ്റ് കിട്ടിയത്, അതെല്ലാം നോക്കിയിട്ട് ഫൈനലി എല്ലാത്തിനും ഇവർ ഒരേപോലെയാണ് സ്കോർ ചെയ്യുന്നത് എങ്കിൽ ഇവരുടെ ടൈ ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു ഡ്രോ സിസ്റ്റം, അതായത് ഈ നമ്മൾ ഇതെടുക്കില്ലേ കുറി എടുക്കുന്നത് പോലെ, അതായത് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വെച്ചിട്ട് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഈ 2 പേരിൽ നിന്നും റാൻഡം ആയിട്ട് ഒരാളെ ഒരു ലോട്ട് ഡ്രോ ചെയ്യുന്നത് പോലെ സെലക്ട് ചെയ്തെടുക്കുന്നു, അയാൾക്കായിരിക്കും റാങ്ക് കൊടുക്കുക. അതായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ 2025 വന്ന മാറ്റം, ടൈ ബ്രേക്കിംഗിൽ വന്ന മാറ്റം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോ ഇൻ കേസ് ഓഫ് 2 or more candidates obtaining equal marks percentile scores in the NEET UG, അതായത് കഴിഞ്ഞ വർഷത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ചിലപ്പോ ഒന്നിൽ കൂടുതൽ പേർക്ക്, അതായത് 2ൽ കൂടുതൽ പേർക്ക്, അതായത് ഒരു 5 പേർക്ക് ഇപ്പം 700 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ആ 5 പേരിൽ നിന്നും ആർക്കാണ് ഹയർ റാങ്ക് എന്ന് എങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്? നീറ്റ് 2024 ആദ്യം ബയോളജിയുടെ സ്കോർ, പിന്നെ കെമിസ്ട്രിയുടെ സ്കോർ, പിന്നെ ഫിസിക്സിന്റെ സ്കോർ, പിന്നെ ഇതെല്ലാം ഒരു കൺസിഡർ ഇൻകറക്റ്റ് ആൻസേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ലാസ്റ്റ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്തിട്ട് ഒരു ഡ്രോയിങ് ലോട്ട് അല്ലെ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യും ആരാണ് ഇതിൽ നിന്ന് എലിജിബിൾ ആയിട്ടുള്ള ആളെന്ന് വെച്ചിട്ട് അവർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഈ വർഷം അങ്ങനെയല്ല. ഈ വർഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ if 2 or more candidates obtain equal marks or percentile scores in each UG, the inter-C merit shall be determined as follows. ആദ്യത്തെ സെയിം തന്നെ, കാൻഡിഡേറ്റ് ഒബ്റ്റെയിനിങ് ഹയർ മാർക്സ് പെർസെന്റൈൽ സ്കോർ ഇൻ ബയോളജി, ആദ്യം ബോട്ടണിയുടെ നോക്കും, പിന്നെ സുവോളജിയുടെ നോക്കും, പിന്നെ കെമിസ്ട്രിയിൽ ആർക്കാണ് ഹയസ്റ്റ് അതും ഈ ഒരേപോലെ ആണെങ്കിൽ ഫിസിക്സിൽ ആർക്കാണ് ഹയസ്റ്റ് അതിനും 2 പേരും ഒരേപോലെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ ഫുൾ മാർക്ക് 2 പേരും ഫിസിക്സിന് മേടിച്ചു എന്ന് വിചാരിക്കുക. കാൻഡിഡേറ്റ് വിത്ത് ലെസ് പ്രപ്പോർഷൻ ഓഫ് ദ നമ്പർ ഓഫ് അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ആൻഡ് കറക്റ്റ് ആൻസേഴ്സ് ഇൻ ഓൾ ദ സബ്ജക്ട്സ് ഇൻ ദ ടെസ്റ്റ്, അല്ലെ ഓവറോൾ ടെസ്റ്റ് നോക്കി കഴിയുമ്പോൾ ഏറ്റവും കുറവ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ആരാണ് ചെയ്തിരിക്കുന്നത് അയാൾക്കായിരിക്കും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ പോലെ തന്നെ ഓവറോൾ പേപ്പറിൽ നമ്മൾ കൺസിഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബയോളജിയിൽ ആർക്കാണ് ഏറ്റവും ഇൻകറക്റ്റ് ആൻസേഴ്സ് ഉള്ളത്, ഏറ്റവും കുറവ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഉള്ളത്. അതിനുശേഷം കെമിസ്ട്രിയിൽ ആരാണ് ഏറ്റവും കൂടുതൽ, ദ നമ്പർ ഓഫ് അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ആൻഡ് കറക്റ്റ് ആൻസേഴ്സ് ഇൻ കെമിസ്ട്രി, അതിന്റെ ഒരു പ്രപ്പോർഷൻ നോക്കുമ്പോൾ ആരാണ് ഏറ്റവും കുറവ് ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്, ആൻസേഴ്സ് ചെയ്തിരിക്കുന്നത്. കാൻഡിഡേറ്റ് വിത്ത് ലെസ് പ്രപ്പോർഷൻ ഓഫ് നമ്പർ ഓഫ് അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ആൻഡ് കറക്റ്റ് ആൻസേഴ്സ് ഇൻ ഫിസിക്സ് ഇൻ ദ ടെസ്റ്റ്. ഓക്കെ, അതായത് ഫിസിക്സിൽ ആരാണ് ഏറ്റവും കുറവ് തെറ്റുകൾ വരുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഇതിലെല്ലാം ഈ കാൻഡിഡേറ്റ്സ് 2 പേരും അല്ലെങ്കിൽ 5 പേരും ഒരേപോലെ ആണെങ്കിൽ, ഇൻ കേസ്
A to G criteria are exhausted and tie still persists, it will be resolved through a random process with the guidance of an independent expert committee. So ഇപ്രാവശ്യം നമ്മളുടെ കമ്പ്യൂട്ടർ മറ്റേ ലോട്ട് ഡ്രോ ചെയ്യുകയോ പിന്നെ അതേപോലെ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തതിന്റെ അസെൻഡിങ് ഓർഡറിൽ ഒന്നുമല്ല റാങ്ക് നിർണ്ണയിക്കപ്പെടുന്നത്. അതിനായിട്ട് തന്നെ ഒരു ഇൻഡിപെൻഡന്റ് എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റി ഈ കുട്ടികളുടെ എല്ലാവരുടെയും മോഡ് ഓഫ് ആൻസറിങ് ആൻഡ് ദെയർ സ്കോർസ് ആൻഡ് ദെയർ പ്രപ്പോർഷൻസ് ഓഫ് ഇൻകറക്റ്റ് ആൻഡ് കറക്റ്റ് ആൻസേഴ്സ് എല്ലാം അനലൈസ് ചെയ്തിട്ട് അവരൊരു ഡിസിഷൻ എടുക്കും വിച്ച് സ്റ്റുഡന്റ് ഷുഡ് ഗെറ്റ് ദ ഹയസ്റ്റ് റാങ്ക്. ഓക്കെ, അപ്പൊ ആ കമ്മിറ്റിയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഇത് എങ്ങനെയാണ് ഇപ്പം എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് റഷ്. യു ഡോണ്ട് ഹാവ് ടു റഷ് ടു ഫിൽ ദി ആപ്ലിക്കേഷൻ ഫോം തിങ്കിങ് ദാറ്റ് അയ്യോ ആദ്യം നമ്മൾ ഫിൽ ചെയ്ത് വിട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ടൈമിന്റെ സമയത്ത് വരുമ്പോൾ നമ്മുടെ റാങ്ക് കുറഞ്ഞു പോകും. ഇപ്രാവശ്യം അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല. ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. ബിക്കോസ് ഈ പ്രാവശ്യം നിങ്ങളുടെ ടൈ ബ്രേക്കിംഗ് ക്രൈറ്റീരിയയിൽ ഇത് വരുന്നില്ല. യു ഓൺലി ഹാവ് ടൈ ബ്രേക്കിംഗ് ബേസ്ഡ് ഓൺ യുവർ സ്കോർ ആൻഡ് നമ്പർ ഓഫ് ഇൻകറക്റ്റ് answers you have given and in every subject and also in the overall paper എത്ര നിങ്ങൾ ഇൻകറക്റ്റ് ആക്കിയിട്ടുണ്ട് and also it is based on the decision of that expert panel. അപ്പോൾ അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആരെയും എന്താ പറയുക എഫക്റ്റ് ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാനാണ് വന്നത്. സോ കാരണം ഈ രജിസ്ട്രേഷൻ ഫോം റിലീസ് ആയപ്പോൾ മുതൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. എന്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഇല്ല, അത് റെഡിയല്ല, ഇത് റെഡിയല്ല, ആ ഫോം ഇല്ല, പിന്നെ എന്റെ കഴിഞ്ഞ വർഷത്തെ ഫോട്ടോഗ്രാഫാണ് എന്റെ കയ്യിലുള്ളത്, ആ ഫോർമാറ്റിലാണ് ഉള്ളത്, ഇതാണ് ഈ ഫോട്ടോഗ്രാഫിന്റെ സൈസ് ഇങ്ങനെയാണ്, ഈ സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത്, എന്റെ സ്പെസിഫൈഡ് സർട്ടിഫിക്കറ്റ് ഇതാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ട്സ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആകെ എല്ലാവരും ഒരു വെപ്രാളത്തിലാണ്. അയ്യോ എത്രയും പെട്ടെന്ന് ഇത് ഫില്ല് ചെയ്തില്ലെങ്കിൽ ഇനി എന്തെങ്കിലും റാങ്കിൽ വ്യത്യാസം വന്നാലെന്നുള്ളത്. കാരണം ഇത്രയും അധികം ആസ്പിരൻസ് എഴുതുന്ന എക്സാം ആണ്. സോ പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഈ പ്രാവശ്യം ഈ ഒരു പ്രശ്നമില്ല. ഓക്കെ, സോ പ്ലീസ് ബി കാം, ടേക്ക് യുവർ ടൈം, നല്ല പോലെ നോട്ടിഫിക്കേഷൻ വായിക്കുക. ഇപ്പൊ ഒരുവിധം എല്ലാ ചാനൽസും അതേപോലെ തന്നെ എല്ലാവരും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, എന്തൊക്കെ മാറ്റങ്ങളില്ല, പിന്നെ എന്നൊക്കെയുള്ള അതിൽ ആവശ്യമുള്ളത് മാത്രം കേൾക്കുക. അനാവശ്യമായിട്ട് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് കേൾക്കാണ്ടിരിക്കുക. പിന്നെ ഇതിനെ റിലേറ്റഡ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടാം. വിൽ ട്രൈ ടു ഡു വീഡിയോസ് ഓൺ ദിസ്. നിങ്ങൾക്കുള്ള ക്ലാരിറ്റിയുമായിട്ട് ഓരോ സ്റ്റേജിലും ഞാൻ വരുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഇല്ലേ, അത് മിസ് ഈ ആപ്ലിക്കേഷൻ ഫോം വരുന്നതിന് മുമ്പ് ഒന്ന് വന്ന് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. ബട്ട് എനിവേസ് നിങ്ങൾക്ക് സ്കാൻഡ് ഇമേജസ് ഓഫ് കാൻഡിഡേറ്റ്സ് റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആണ്. അതായത് 1 ജാനുവരിക്ക് ശേഷം എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അപ്പൊ 10th നിങ്ങൾ യൂസ് ചെയ്തത്, 11th യൂസ് ചെയ്തത്, +2 യൂസ് ചെയ്തത്, +2 ഇപ്പൊ എഴുതുന്ന കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പണ്ട് ഇപ്പൊ റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ 1 ജാനുവരി 2025 ശേഷം എടുത്ത ഒരു റീസെന്റ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് യൂസ് ചെയ്യുക. പിന്നെ സിഗ്നേച്ചർ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻ വേണം. സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ. ഓക്കെ, അത് നമ്മളുടെ എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ലല്ലോ. സോഷ്യൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏതെങ്കിലും പെർട്ടിക്കുലർ കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ക്ലാസ് 10th മാർക്ക് ഷീറ്റ് ആൻഡ് ക്ലാസ് 10th പാസിംഗ് സർട്ടിഫിക്കറ്റ് ഓർ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആൻഡ് അത് നിങ്ങൾക്ക് എങ്ങനെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ. ആൻഡ് ഓൾസോ യുവർ അതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിനും ഇതിനൊക്കെയുള്ള പ്രൂഫ്. ആൻഡ് PWBD and PWD certificate if it is applicable to you. നിങ്ങളൊരു ഫിസിക്കലി ഡിസേബിൾഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ഡിഗ്രി ഓഫ് ഇത് ഡിസബിലിറ്റി കാണിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കുക. അതിനെക്കുറിച്ച് ക്ലാരിറ്റി വേണമെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ കമന്റ്സ്. പ്രോബബ്ലി വിൽ കം ആൻഡ് ഡു എ വീഡിയോ. ഐ വിൽ ട്രൈ ടു ഡു എ വീഡിയോ ഓൺ ഇറ്റ്. ഓക്കെ എവ്രി വൺ, അപ്പം ഐ ഹോപ്പ്. പിന്നെ ഈ ഓരോ ഡോക്യുമെന്റിന്റെയും സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കുക കേട്ടോ. സൈസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഓരോ ഡോക്യുമെന്റിന്റെയും സൈസ്, ഫോർമാറ്റ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ, ആൻഡ് പിന്നെ the candidate has to upload only his or her own latest photograph, signature, left and right hand fingers and thumb impression as mentioned above in a correct proper manner as the facility for correction will not be given in the future. ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ മിസ് പറഞ്ഞു തന്നല്ലോ, നിങ്ങൾ ടൈ ബ്രേക്കിങ്ങിന്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട.
ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ബി കാം ആൻഡ് ഫിൽ യുവർ രജിസ്ട്രേഷൻ ഫോം. ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക, ബുള്ളറ്റിൻ നല്ലപോലെ നോക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, എല്ലാം കറക്റ്റ് ഫോർമാറ്റിൽ ഫോട്ടോഗ്രാഫ് ഒക്കെ എടുത്ത് സേവ് ചെയ്ത് ആ ഫോർമാറ്റിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സഹായം എടുക്കുക. ആൻഡ് യു ക്യാൻ ഓൾസോ ഗോ ടു എ കഫേ ആൻഡ് ഡോണ്ട് മേക്ക് സില്ലി മിസ്റ്റേക്സ്. കാം ആൻഡ് കമ്പോസ്റ്റ് ആയിട്ട് ഒരു 2-3 ദിവസമൊക്കെ എടുത്ത് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുക. ഓക്കെ, മിസ് പറഞ്ഞ പോലെ ബുള്ളറ്റിൻ മുഴുവൻ ഇരുന്ന് വായിക്കൊന്നും വേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മക്കളൊന്ന് നോക്കിയാൽ മതി. ഐ ഹോപ്പ് ദിസ് ഇൻഫർമേഷൻ വാസ് ഹെൽപ്ഫുൾ. ഗുഡ് ലക്ക്.